ജോർജ് പ്രതിപക്ഷ നേതാവ് സ്വയം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, അമർത്യ സെൻ, റൊമീല ഥാപ്പർ, ശകുന്തള തിൽസ്റ്റഡ്, ഫാറൂഖ് അബ്ദുള്ള, കനിമൊഴി എന്നിവർക്ക് കത്തയക്കുകയോട് ചെയ്തു ഇതിന് വരരുതെന്ന്. അവരെല്ലാവരും പങ്കാളിത്തം ഉറപ്പാക്കി. അതിൽ ഒറ്റതിരിച്ച് ആക്രമിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ അയ്യരെ മാത്രമാണ്. അദ്ദേഹത്തെ മാത്രമാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള ആക്രമണം സത്യത്തിൽ നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ ഒരു ജില്ലാതല നേതാവ് അദ്ദേഹത്തെ അലവലാതി എന്ന് വിളിച്ചതിൽ മാത്രമല്ല ഒതുങ്ങുന്നത്. സംസ്ഥാന തല നേതാക്കന്മാർ അദ്ദേഹം PR വർക്കിൻ്റെ ഭാഗമായി പണം പറ്റി ഇവിടെ വന്ന് പുകഴ്ത്തിപ്പോയതാണ് എന്ന് വരെ പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അദ്ദേഹത്തിന് എഴുതിയ കത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് എഴുതിയിരിക്കുന്നത് അങ്ങയുടെ പാണ്ഡിത്യത്തെയും ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയെയും ആദരിക്കുന്ന ഒരു പൗരനും നിയമസഭാംഗവും എന്ന നിലയിലാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. അങ്ങയുടെ വാക്കുകൾക്കും സാന്നിധ്യത്തിനും സമൂഹത്തിലുള്ള ധാർമ്മികമായ വില വളരെ വലുതാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതാണ് കാലഹരണപ്പെട്ട് അലബലാതി വിളിയിലേക്കും പൈസ പറ്റി പ്രസംഗിക്കുന്നവൻ എന്ന പരാമർശത്തിലേക്കും എത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റൊന്നുകൂടിയുണ്ട്. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുകയും വിയോജിപ്പുകളെ പൗരജീവിതത്തിൻ്റെ ഭാഗമായി കാണുകയും ചെയ്യുന്ന ശക്തമായ ജനാധിപത്യ സംസ്കാരം കേരളത്തിനുണ്ടായിരുന്നു. അത് LDF ഇല്ല എന്നതുകൊണ്ട് ഇതിൽ പങ്കെടുക്കരുത് എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. ആ സംസ്കാരം ഇല്ലാത്തത് ആർക്കാണെന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മണിശങ്കർ അയ്യരുടെ ഈ പരാമർശത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തെയും വിമർശിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ സ്വഭാവഹത്യ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അമർത്യ സെൻ മുതൽ കനിമൊഴി പറയാനിരിക്കുന്നതേ ഉള്ളൂ. അവർ വരെ പറയുന്ന കാതലായ കാര്യങ്ങളെ അവഗണിക്കുന്നതിനെ പറ്റി, ശകാരം ഉതിർക്കുന്നതിനെ പറ്റി താങ്കൾ എന്ത് നിരീക്ഷണം നടത്തും ജോർജ്? NPC, ഞാൻ ഒരു കാര്യം നമ്മൾ ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു വികസന കാഴ്ചപ്പാട് നമ്മൾ എടുക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുതിയ അതിവേഗ റെയിൽപാത, അതുപോലെ തന്നെ ശബരി റെയിൽപാത, വിഴിഞ്ഞത്തിൻ്റെ 2ാം ഘട്ടം വികസനം, അതുപോലെ കൊച്ചി മെട്രോയുടെ വികസനം, മലയോര തീരദേശ ഹൈവേയും നാഷണൽ ഹൈവേ അടക്കമുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നതും നടപ്പാക്കാൻ പോകുന്നതും അതുപോലെ തന്നെ ഓൺഗോയിങ് ആയിട്ടുള്ള പദ്ധതികളുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 3-3.5 ലക്ഷം കോടി രൂപയുടെയെങ്കിലും ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവ് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് വേണ്ടി വരും. ഒരു ഇന്നത്തെ കണക്കനുസരിച്ചാണ്. ഒരുപക്ഷെ ഭാവിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എവിടെ എത്തും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഇന്നത്തെ നിലവിലെ കണക്കനുസരിച്ച് 3-3.5 ലക്ഷം കോടി രൂപയുടെയെങ്കിലും കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യ മേഖലയിൽ അടക്കം വേണ്ടിവരും. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3.3%, 4% താഴെ ഫിസിക്കൽ ഡെഫിസിറ്റ് നേരിടുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മുടെ ബഡ്ജറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈ 3.5 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ പുറമേ നിന്ന് നമുക്ക് കിട്ടാവുന്ന പണം, മൂലധന വിപണിയിൽ കിടക്കുന്ന പണം നമ്മുടെ വികസനത്തിന് വേണ്ടി എങ്ങനെ ചാനലൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് കിഫ്ബി അടക്കമുള്ള ഇതിലേക്ക് വന്നത്. അപ്പോൾ ഈ കിഫ്ബി അടക്കമുള്ള കാര്യങ്ങൾ റദ്ദ് ചെയ്യും. NPC നേരത്തെ പറഞ്ഞ് ഉപയോഗിച്ച വാക്ക്, അത് ക്യാൻസൽ ചെയ്യും. ഞങ്ങൾ വന്നാൽ അത് ക്യാൻസൽ ചെയ്യുമെന്ന് പറയുമ്പോൾ പകരം ഓൺഗോയിങ് പ്രോജക്റ്റുകളും കേരളത്തിൻ്റെ ആവശ്യമായ പ്രോജക്റ്റുകളും നടപ്പാക്കാൻ 3-3.5 ലക്ഷം കോടി രൂപ സമാഹരിക്കുന്ന എന്ത് കാര്യമാണ് മുമ്പോട്ട് വയ്ക്കുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും, ഇലക്ഷന് മുമ്പ് വയ്ക്കും എന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. ഇതൊരു വിശദമായ ചർച്ചയ്ക്ക് പൊതുജനത്തിൻ്റെ മുമ്പാകെ വരേണ്ട കാര്യമാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ അത്തരത്തിലൊരു കാര്യം എന്താണ് ഞങ്ങൾക്ക് ബദലായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്? ലോക മാർക്കറ്റിൽ നിന്നും എങ്ങനെ പണം സമാഹരിച്ച് നമുക്ക് ഈ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയും? കിഫ്ബി വേണ്ട, കിഫ്ബി പരാജയമാണെങ്കിൽ കിഫ്ബി സ്വീകരിക്കണ്ട. പക്ഷേ കിഫ്ബിക്ക് ബദലായി എന്ത് ആശയമാണുള്ളതെന്ന് ഇപ്പോഴും പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വികസനം എന്നുള്ള അജണ്ട സെറ്റ് ചെയ്യുന്നില്ല. ആ അജണ്ട സെറ്റ് ചെയ്യാതെ
ആ കാര്യം പറയാം. അത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് വികസനമാണ് പ്രധാനപ്പെട്ട വിഷയം. അതെല്ലാ സാമ്പത്തിക വിദഗ്ധരും മറ്റു മേഖലകളിലെ പ്രൊഫഷണലുകളും വിദഗ്ധരും എല്ലാം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അമർത്യ സെൻ തന്നെ പറഞ്ഞെന്താ, അമർത്യ സെന്നും മണിശങ്കർ അയ്യരും അടക്കം പറഞ്ഞെന്താ, ഈ കേരള മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നിരുന്ന കാര്യങ്ങൾ വലിയ ഒരു നേട്ടത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് കേരളം ചെയ്യേണ്ടത്? നമുക്ക് സസ്റ്റെയിൻ ചെയ്യണം. നമ്മുടെ വികസന നേട്ടങ്ങൾ പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ വികസന നേട്ടം പൂർണ്ണതയിലെത്തിക്കണം. നേടിയെടുത്ത കാര്യങ്ങൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയണം. അമേരിക്കൻ മോഡലിൽ ഒരു ആരോഗ്യ സംവിധാനത്തിലേക്ക് എല്ലാ ഇൻഷുറൻസ് കമ്പനികൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ഇത് കേരളമാണ്. പാവപ്പെട്ട ഒരു സാധാരണക്കാരും ഒക്കെ ഇവിടെ ചികിത്സ നേടുന്നുണ്ട്. എല്ലാവർക്കും പൂർണ്ണമായി ഇൻഷുറൻസ് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അമേരിക്കൻ മോഡൽ റിപ്ലിക്ക് ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളെ നമുക്ക് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ആരോഗ്യ നയം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്താണ് നമുക്ക് ഒരു ബദൽ സംവിധാനം? ആ ബദൽ സംവിധാനം ചർച്ച ചെയ്യുന്നതിനുള്ള സമയം ജനങ്ങൾക്ക് കൊടുക്കണം. അത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു പ്രകടന പത്രിക കൊണ്ടുവരുമോ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇത് രണ്ടും LDF-ന്റെ ബദൽ വെക്കുന്ന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയണം.